കല്യാണിക്കുട്ടിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നു. ഇനിയും അമ്മ എന്ന വാക്കിനെ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കേരളത്തിൽ അടുത്തിടെ നടന്നിട്ടുള്ള കുട്ടികളുടെ എല്ലാ മരണത്തിലും, ഒട്ടുമിക്ക എല്ലാ മരണത്തിലും പ്രതികൾ അമ്മമാരാണ്. ഇനിയും ആ വാക്കിനെ നിങ്ങൾക്ക് ഗ്ലോറിഫൈ ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? ആമിർ പള്ളിക്കലിന്റെ ED എക്സ്ട്രാ ഡീസന്റ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതിനകത്ത് മകനെ കൊല്ലാൻ വേണ്ടി മുൻപിൽ നിൽക്കുന്നത് അമ്മയാണ്. അതുകൊണ്ട് സിനിമയും സമൂഹമായിട്ട് ബന്ധമില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അമ്മ എന്ന വാക്കിന് നമ്മൾ കൊടുക്കുന്ന ഗ്ലോറിഫിക്കേഷൻ തൽക്കാലത്തേക്കൊന്ന് എറേസ് ചെയ്ത് കളയേണ്ടതാണ്. അല്ലെങ്കിൽ ആ എറേസ് ചെയ്യുന്ന യന്ത്രം ഒന്ന് തൽക്കാലത്തേക്കൊന്ന് പ്രവർത്തിപ്പിക്കേണ്ടതാണ്. ആ സാംസ്കാരിക യന്ത്രം അമ്മ എന്നാൽ എന്തോ ആണെന്ന് ഉള്ള ഒരു വയ്പുണ്ട്. അത് മാറ്റേണ്ടതാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല. എല്ലാ മനുഷ്യരുടെയും ഇമോഷണൽ ബാലൻസിങ് എല്ലാം സെപ്പറേറ്റ് ആണ്. അപ്പോൾ പല അമ്മമാർക്കും ഇമോഷണലി അല്ലെങ്കിൽ ഹോർമോണിക്കലി ഒന്നും പലതിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ കഴിവുള്ളവരെയാണല്ലോ നിങ്ങൾ സഹനശേഷിയുള്ളവരാണല്ലോ അമ്മ എന്ന് പറഞ്ഞ ലേബല് ചാപ്പയടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പെരുമാറണം എന്ന് കരുതരുത്. ആ ഗ്ലോറിഫിക്കേഷൻ, അമ്മയ്ക്ക് നിങ്ങൾ കൊടുക്കുന്ന ഗ്ലോറിഫിക്കേഷൻ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ആ യന്ത്രം ഓഫ് ചെയ്ത് വെക്കണം. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സാധാരണ മനുഷ്യരെക്കാൾ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള സ്ത്രീകളാണ് ഒട്ടുമിക്ക അമ്മമാരും. അതുകൊണ്ട് പ്ലീസ് ഇനിയും അമ്മ എന്ന വാക്കിനെ ഗ്ലോറിഫൈ ചെയ്യരുത്. ആ പാസം വാരി വെതറരുത്.